നമസ്കാരം. നാടൻ തനിമ അല്പം പോലും ചോർന്നു പോകാതെ മലയാളികളുടെ കലാസാംസ്കാരിക പരിപാടികൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന അമേരിക്കൻ ഡ്രീംസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സുനിൽ ചാക്കോ. ഞാൻ ബിൻഡ ചെറിയാൻ. ഈ ആഴ്ച അമേരിക്കൻ ഡ്രീംസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിശേഷങ്ങൾ ഒറ്റനോട്ടത്തിൽ. അഞ്ജലി എന്റർടൈൻമെന്റ് സ്റ്റേജ് ഷോ പൂമരം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ അമേരിക്കയിൽ. മാർത്തോമ യുവജന സഖ്യത്തിന്റെ യുവധാര പ്രകാശനം നടന്നു. ആന്റണി റൂസോ സംവിധാനം ചെയ്യുന്ന അവഞ്ചേഴ്സ് എന്ന ഹോളിവുഡ് സിനിമയുടെ വിശേഷങ്ങൾ. സന്തോഷ് നായർ കേരള ഹിന്ദുസ് ഓഫ് സൗത്ത് ഫ്ലോറിഡയുടെ പ്രസിഡന്റ്. ബ്ലാക്ക് ഹിസ്റ്ററി വിശേഷങ്ങളുമായി ലീസ ദീപു. അഞ്ജലി എന്റർടൈൻമെന്റ് ആർട്ട് പ്രൊഡക്ഷൻ ഡേ സ്റ്റേജ് ഷോ പൂമരം 2017 വിശദീകരണ സമ്മേളനം ഹൂസ്റ്റണിൽ മിസൂറിയിലുള്ള സത്യം റെസ്റ്റോറന്റിൽ വെച്ച് നടന്നു. മലയാളം ദൃശ്യവിനോദ മാധ്യമരംഗത്ത് ശക്തമായി ചൂടുറപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള കലാവിഷ്കാരം കൂടിയാണ് പൂമരം 2017. The gentleman who's been running around and trying to put together everything together. He's the production manager, if you will, the brain behind everything, and Mr. Ranjit Pillai. Please welcome him onto the stage as well. Another very integral part of the team Anjali is Mr. George Tekemala. Please welcome him onto the stage as well. He's a very well-known media person. I'm sure we've all seen the programs he's put together both on TV and other media ventures. Joining them is also Mr. Rajneesh Krishnan. Rajneesh Krishnan feels very strongly about the cause that Anjali stands for, so he's also going to be adding a lot of value to this team. And last but definitely not the least, Mr. Jayan Arvindakshan. Where are you? Yeah, he's an entertainer, out and out. So we've seen him on many stages. So as you all can see, these are people who have been there and done this for several years, and we've got some experts on the team, so there is definitely no doubting the quality of what they have put together. Anjali Entertainment Production ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത്. വിഷ്വൽ മീഡിയയുടെ ഒരു ആരംഭം കുറിക്കുക എന്നാണ് അഞ്ജലി എൻ്റർടൈൻമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ തുടക്കം. അതിൻ്റെ ആദ്യത്തെ പരിപാടിയാണ് പൂമരം 2017. പൂമരത്തിൻ്റെ സൗരഭ്യവും പരിമളവും അമേരിക്ക മുഴുവൻ പകർത്താൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ആരംഭിക്കുന്നത്. സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 20 വരെ ഈ പരിപാടി ത്രൂ ഔട്ട് USA-ലുണ്ടായിരിക്കും. ഇപ്പോൾ ഹ്യൂസ്റ്റൻ്റെ മണ്ണിൽ പിറവിയെടുക്കുന്ന ഒരു കലാക്ഷേത്രം ആണ് അഞ്ജലി എൻ്റർടൈൻമെൻറ്റ്സ് ആൻഡ് പ്രൊഡക്ഷൻസ്. ഈ അഞ്ജലി എൻ്റർടൈൻമെൻറ്റ്സ് ആൻഡ് പ്രൊഡക്ഷൻസ് നന്മയുടെ ഒരു പൂമരവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അതിൻ്റെ ഒരു നിവേദ്യ ചടങ്ങാണ്, ഒരു ആരംഭ ചടങ്ങാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത്. പൂമരം 2017 എന്ന സ്റ്റേജ് ഷോ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മാസങ്ങളിൽ അമേരിക്ക, കാനഡ പല വേദികളിൽ നടത്താനായിട്ടുള്ള ഉദ്യമമാണ്. അതിൻ്റെ ഒരു ചെറിയ തുടക്കമാണ്. ഏതൊരു സംരംഭത്തിൻ്റെയും വിജയവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷവും അത് തുടങ്ങുന്ന സ്ഥലത്ത് അതിൻ്റെ മാതൃമണ്ണിലെ ആൾക്കാരുടെ പ്രോത്സാഹനവും സഹകരണവുമാണ്. അതിനാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ സഹൃദയം നിൽക്കുന്നത്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ആദ്യം വലിയ സ്റ്റാറുകളോ സൂപ്പർ സ്റ്റാറുകളോ ഒന്നുമില്ലെങ്കിലും ഒരു ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുന്ന ഒരു ഷോ ആയിരിക്കും. നിങ്ങളെ എൻ്റർടൈൻ ചെയ്യുവാനുള്ള ഒരു ഷോ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും. ഇനിയും ഈ അഞ്ജലി എൻ്റർടൈൻമെൻറ്റിൻ്റെ ആദ്യത്തെ ഒരു സംരംഭമാണിത്. ഇനിയും വരും വർഷങ്ങളിൽ കൂടുതൽ നല്ല സ്റ്റാർസിനെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ ഷോകൾ നടത്തുവാൻ ഇടയാകും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. താങ്ക്സ് ഫോർ അഞ്ജലി എൻ്റർടൈൻമെൻറ്റ് ഫോർ ഗിവിങ് മീ എ ചാൻസ് ടു സ്പീക്ക് ഹിയർ. എൻ്റെ പേര് ഷൺമുഖൻ. കേരള ഹിന്ദു സൊസൈറ്റിയുടെയും ഗുരുവായൂരപ്പൻ ടെമ്പിളിൻ്റെയും ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിളിൻ്റെയും ഈ വർഷത്തെ പ്രസിഡന്റ് സ്ഥാനം അർഹിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അഞ്ജലി എൻ്റർടൈൻമെൻറ്റിൻ്റെ ആദ്യത്തെ ഷോയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സെപ്റ്റംബർ 16 ഇവിടുത്തെ ഷോ.
സാറ്റർഡേ. അതുകൊണ്ട് എല്ലാവരും അതിലേക്ക് വന്ന് പങ്കെടുത്ത് സഹായിക്കണം. The Guruvayurappan temple basically has purchased the first show, and Mr. Shanmukham Valuvasheri, the representative, would like to welcome you onto the stage. It's going to be the show's review presentation. നോർത്ത് അമേരിക്കൻ മാർത്തോമ യുവജന സഖ്യത്തിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ യുവധാരയുടെ മാരാമൺ കൺവെൻഷൻ പതിപ്പ് പ്രകാശനം ചെയ്തു. നോർത്ത് അമേരിക്കൻ മാർത്തോമ യുവജന സഖ്യത്തിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ യുവധാരയുടെ മാരാമൺ കൺവെൻഷൻ വിശേഷാൽ പതിപ്പ് പ്രകാശനം ചെയ്തു. മാർത്തോമ സഭയുടെ വലിയ മെത്രാപ്പൊലീത്ത അഭിവന്ധ്യ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനിക്കുള്ള സമർപ്പണമായാണ് യുവധാര മാരാമൺ ലക്കം പുറത്തിറങ്ങിയത്. ചടങ്ങിൽ അമേരിക്കയിലെ ദൃശ്യ മാധ്യമ രംഗത്തെ പ്രമുഖർ, വിവിധ സംഘടനാ ഭാരവാഹികൾ, കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. ഭദ്രാസനത്തിന്റെ യുവജനങ്ങളുടെ അവരുടെ സർമ്മോന്മുഖമായ വികസനത്തിന് അവിടുത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ അതിൻ്റെ വെല്ലുവിളികളൊക്കെ അങ്ങനെ നേരിടണം, അതിനെക്കുറിച്ചൊക്കെയുള്ള സെമിനാറുകൾ, പഠനങ്ങളൊക്കെ നമ്മുടെ കൺവെൻഷനിലൊക്കെ നടന്നാറുണ്ട്. ഉദാഹരണത്തിന് ഒറീസ മിഷനിൽ കുറച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് ആളുകൾ, അതിന് നമ്മുടെ മിഷനിൽ ചെയ്യണമെന്ന് ആഗ്രഹം അതിൽ വരുമ്പോൾ ഇവിടെ അത് നേരിട്ട് നമുക്ക് ആ മിഷൻ ഫീൽഡുമായിട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ. ഒരു മഹാരാഷ്ട്രയിലൊരു മിഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു വർക്ക് ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം ബ്ലാക്ക് ഹിസ്റ്ററി വിശേഷങ്ങളുമായി ലീസ ദീപു നമ്മോടൊപ്പം ചേരുന്നു. Welcome to Austin, the capital city of Texas. Austin is one of the best places to live in the US. Beautiful weather and unmatched lifestyle. Invest in Austin and the best realtor assist you. Here is Sijo Vadakan. Perfect investment for your best return. Hi, I am Sabu Lucas, Financial Service Representative. I am here with you to provide a financial tools and solution for your needs. Get guarantees for the if in life. The person you can trust to secure your financial future for the journey of your life. Peace of mind guaranteed. Get guarantees for the ifs of your life. Please visit www.sabulucos.com. For more information, please call 516-902-4300. I am here with you. Popular Auto Services, Floral Park, New York. The complete auto body repair shop. Factory scheduled maintenance, timing belt services, body work and painting, New York State inspection. Owned and operated by factory trained technician. Call Joji at 347-617-2926 or Srini at 863-608-6414. Popular Auto Services, Floral Park, New York. 329 Rear Jericho Turnpike, Floral Park, New York. Fast, reliable, affordable, and a great value for your money. Service you can trust. ആയിരത്തി 1976 മുതൽ എല്ലാ വർഷവും ഫെബ്രുവരി മാസം ബ്ലാക്ക് ഹിസ്റ്ററി മന്തായി ആചരിക്കുന്നു. അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെയും അവരുടെ സാംസ്കാരിക ഇടപെടലുകളെയുമാണ് ഈ മാസം ഓർമ്മിപ്പിക്കുന്നത്. അമേരിക്കയെ പരിചയപ്പെടുമ്പോൾ ആഫ്രിക്കൻ അമേരിക്കൻ അവരുടെ ഒരു വലിയ ജനവിഭാഗം തന്നെയാണ്. അവർ ആഘോഷിക്കുന്നത് അവരുടെ പ്രധാനപ്പെട്ട ജനങ്ങളെ തന്നെയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഓരോ ദിവസവും എന്തിൻ്റെയെങ്കിലുമൊക്കെ ഓർമ്മദിനങ്ങളോ ആഘോഷങ്ങളോ ആണ്. ഇവയിൽ രാഷ്ട്രീയപരമോ സാമൂഹ്യപരമോ മതപരമോ ആയ പ്രാധാന്യങ്ങൾ ഉൾപ്പെടും. ചിലപ്പോൾ ചില നേതാക്കളോ സംഭവങ്ങളോ ആവാം. മിക്കവാറും ഇവയെല്ലാം 1-2 ദിവസമോ ഒരാഴ്ച വരെയോ ആചരിക്കാറുണ്ട്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരാചരണത്തെയാണ്
ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ബ്ലാക്ക് ഹിസ്റ്ററി മന്ത് അഥവാ നാഷണൽ ആഫ്രിക്കൻ അമേരിക്കൻ ഹിസ്റ്ററി മന്ത് എന്ന് കേട്ടിട്ടുണ്ടോ? പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഒരു മാസം മുഴുവൻ, അതായത് എല്ലാ വർഷവും ഫെബ്രുവരി മാസം അമേരിക്കയിൽ ബ്ലാക്ക് ഹിസ്റ്ററി മന്ത് ആയി ആചരിക്കുന്നു. December 1st, 1955. On that day, Rosa Parks boarded a bus and took a seat. A few stops later, she was told to give her seat to a white passenger who had just boarded. She refused. For those who insist that a moment be pinpointed when the American Revolution of '63 began, that moment will serve. When Rosa Parks decided to stay seated in December of 1955, I was 2.5 years old. I know that what Rosa Parks did made a huge difference in my life. Jesse Jackson is the figure who probably most represents the transition from civil rights politics to electoral politics for African Americans. Jesse Jackson was born in Greenville, South Carolina on October 8, 1941. Riding the back of a bus, having black and white water fountains, not being able to eat in a restaurant with white people. He saw those injustices, and I think it is a lesson that he never forgot. In Montgomery, Alabama, people looked at how they were being impacted negatively by their society, and they assumed responsibility for change. Joanne Robinson was an English professor at Alabama State University, and she headed up an organization called the Women's Political Council. Joanne Robinson had an episode on the Montgomery bus where she is accosted by a bus driver, and she leaves the bus, in terror. She thought the bus driver was going to hit her. സൗത്ത് ഫ്ലോറിഡയിലെ ഏക മലയാളി ഹിന്ദു സംഘടനയായ കേരള ഹിന്ദുസ് ഓഫ് സൗത്ത് ഫ്ലോറിഡയ്ക്ക് പുതിയ നേതൃത്വം. ശ്രീ സന്തോഷ് നായരെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. സൗത്ത് ഫ്ലോറിഡയിലെ ഏക മലയാളി ഹിന്ദു സംഘടനയായ കേരള ഹിന്ദുസ് ഓഫ് സൗത്ത് ഫ്ലോറിഡയ്ക്ക് പുതിയ നേതൃത്വം. ശ്രീ സന്തോഷ് നായർ പ്രസിഡന്റായ പുതിയ കമ്മിറ്റിയുടെ പ്രവർത്തനം പൂർവാധികം ഭംഗിയായി ആരംഭിച്ചു. ഹൈന്ദവ സമൂഹത്തിന്റെ മഹത്വം ഉൾക്കൊള്ളുന്ന ഒരു ഭരണസമിതിയാണ് 2017 കേരള ഹിന്ദുസ് ഓഫ് സൗത്ത് ഫ്ലോറിഡയെ നയിക്കുന്നത്. 2017 സൗത്ത് ഫ്ലോറിഡയിലെ കുടുംബങ്ങൾക്ക് വേണ്ടി എന്ത് സാംസ്കാരിക പ്രവർത്തനങ്ങളാണ് KHSF ഒരുക്കിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കേരള ഹിന്ദുസ് ഓഫ് സൗത്ത് ഫ്ലോറിഡയുടെ പ്രസിഡന്റ് ശ്രീ സന്തോഷ് നായരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദേവീശരണം, നമസ്കാരം. ഹൈന്ദവ സമൂഹത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ പരമമായ ലക്ഷ്യം. ഈ വർഷത്തെ പ്രവർത്തനത്തിന് എല്ലാവിധ സഹായവും സഹകരണങ്ങളും ഇവിടെയുള്ള എല്ലാ ഹൈന്ദവ കുടുംബങ്ങളോടും ഞാൻ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി നമ്മുടെ കൂടെയുള്ള KHSFന്റെ സെക്രട്ടറി ശ്രീ പ്രദീപ് ബി പിള്ളൈ. ഈ വർഷത്തെ മെയിനായിട്ട് നമ്മൾ ചിൽഡ്രൻസിനെ ഫോക്കസ് ചെയ്ത് ചിൽഡ്രൻസിന് നമ്മുടെ ട്രഡീഷൻസും നമ്മുടെ കൾച്ചറും എല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനും അവരെ ഇച്ചിരി എൻകറേജ് ചെയ്യാൻ വേണ്ടി ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് അറ്റ്മോസ്ഫിയർ ആയിട്ട് വരുത്താൻ വേണ്ടിയാണ് നമ്മുടെ മെയിൻ ശ്രമം. ഇതിനു വേണ്ടി നമ്മളെല്ലാ ചിൽഡ്രൻസിനെയും ആക്റ്റീവായിട്ട് ഇതിന് ഇൻവോൾവ് ചെയ്യാൻ നോക്കുകയാണ്. അങ്ങനെ എല്ലാ ചിൽഡ്രൻസിൻ്റെയും എല്ലാ ഫാമിലീസിൻ്റെയും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നമ്മൾ ആഗ്രഹിക്കുന്നു. KHSFന്റെ ട്രഷററായ ശ്രീ ശ്രീജേഷ് ശ്രീനിവാസിന് ഈ വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നോക്കാം. കേരള ഹിന്ദുസ് ഓഫ് സൗത്ത് ഫ്ലോറിഡ ഈ വർഷം എല്ലാ വർഷത്തെയും പോലെ വിഷു, ഓണം, രാമായണ മാസം, ശ്രീകൃഷ്ണ ജയന്തി, ഭാഗവത സപ്താഹം എന്നിവ നടത്താൻ ഉദ്ദേശിക്കുന്നു. ഇവിടുത്തെ എല്ലാ കുടുംബാംഗങ്ങളും ഞങ്ങളുടെ എല്ലാ സഹായവും സഹകരണവും ഞങ്ങൾ ഈ വർഷവും എന്നത്തെയും പോലെ പ്രതീക്ഷിക്കുന്നു. ഈ വർഷത്തെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഭാഗവത സപ്താഹത്തെക്കുറിച്ച് ഈ പ്രോഗ്രാം കോർഡിനേറ്റർ കൂടിയായ ശ്രീ രാജ്കുമാർ ചേട്ടന് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. നമസ്കാരം. 2010 തുടങ്ങി വെച്ച ഈ ഭാഗവതം 2017 7 ദിവസത്തെ സപ്താഹം മാറ്റി നടത്തി വരുന്ന ഈ ഭാഗവതം അവസാനിക്കുകയാണ്. ഈ കൊല്ലം ഞങ്ങൾ 7ാമത്തെ ദിവസം ഏതൊരു സപ്താഹത്തിൽ നടത്തുന്ന എല്ലാവിധ ആചാരങ്ങളും നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. മാക്സിമം ആൾക്കാരെ പങ്കെടുപ്പിച്ച് 3 ദിവസത്തെ ആചാരങ്ങളായി 3 ദിവസത്തെ വായനയായിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നു. എല്ലാ കൊല്ലവും ഞങ്ങൾ ക്ഷണിച്ചു വരുന്ന ഹ്യൂസ്റ്റണിലെ ഉണ്ണികൃഷ്ണൻ തിരുമേനിയും ഗീതാന്തർജനുമാണ് റെഗുലറായിട്ട് 7 കൊല്ലം ഇവിടെ വായിച്ചുകൊണ്ടിരുന്നത്. പെരുമ്പള്ളി കേശവൻ തിരുമേനി തുടങ്ങി വെച്ച ഈ 2010 തുടങ്ങി വെച്ച ഈ സപ്താഹം ഈ കൊല്ലം അവസാനിക്കാൻ പോവുകയാണ്. അത് ഞങ്ങൾ ഈ കൊല്ലം പറ്റുമെങ്കിൽ പെരുമ്പള്ളി കേശവൻ തിരുമേനിയും ഞങ്ങൾ ഇതിൽ യജ്ഞാചാരനായിട്ട് ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്.
3 ദിവസമായിട്ട് നടത്തുന്ന ഈ സപ്താഹം ഡിസംബർ 30-ാം തീയതി തുടങ്ങുന്നു. ജനുവരി 1-ാം തീയതിയോടുകൂടി സർവേശ്വര പൂജയോടുകൂടി കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടാണ്. നമസ്കാരം. അമേരിക്കൻ ഡ്രീംസിൽ ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വിശേഷങ്ങളുമായി ഉടൻ തിരിച്ചു വരാം. Welcome to Austin, the capital city of Texas. Austin is one of the best places to live in the US. Beautiful weather and unmatched lifestyle. Invest in Austin and the best realtor assist you. Here is Sijo Vadakan. Perfect investment for your best return. Hi, I am Sabu Lucas, Financial Service Representative. I am here with you to provide a financial tools and solution for your needs. Get guarantees for the if in life. The person you can trust to secure your financial future for the journey of your life. Peace of mind guaranteed. Get guarantees for the ifs of your life. Please visit www.sabulucos.com. For more information, please call 516-902-4300. I am here with you. Popular Auto Services, Floral Park, New York. The complete auto body repair shop. Factory scheduled maintenance, timing belt services, bodywork and painting, New York State inspection. Owned and operated by factory trained technician. Call Joji at 347-617-2926 or Srini at 863-608-6414. Popular Auto Services, Floral Park, New York. 329 Rear Jericho Turnpike, Floral Park, New York. Fast, reliable, affordable, and a great value for your money. Service you can trust. ഹോളിവുഡിലെ ഒരു പറ്റം മുൻനിര താരങ്ങളെ ഉൾപ്പെടുത്തി ആന്റണി റൂസോ സംവിധാനം ചെയ്യുന്ന അവഞ്ചേഴ്സ് എന്ന സിനിമ ഉടൻ പുറത്തിറങ്ങും. ഈ ചിത്രത്തിന്റെ ട്രെയിലർ ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റുവാങ്ങിയത്. Before creation itself, there were 6 singularities. Forged into infinity stones. This is our first day. Here we are in Pinewood in Atlanta, and it's actually pretty unbelievable. Day one of what promises to be a year of fun-filled lensing. I remember actually going to see the first Avengers with one of my best mates from home, and I'd never have dreamed that I'd ever be in one of these movies, let alone playing Spider-Man. I feel like I'm on top of the world because this is just mind-blowing. What we always try to do at Marvel Studios is we're building the cinematic universe, is look at the big picture, how can things relate across movies and across years. Avengers Infinity War is the culmination of the entire Marvel Cinematic Universe as started in May of 2008 with the release of Iron Man 1. And it really is an unprecedented culmination of a series of films interlinked together, which at the time had never been done before. And for us, the important thing is making it all come together. We know they're going to face Thanos. We've been setting that up since Avengers 1. How do you do that in a way that is unexpected, that pits the Avengers against somebody who is more powerful than anyone they faced, and yet make them completely unprepared to face him? Well, tear them apart, which is why we did Civil War before Infinity War. As we were conceiving and executing Civil War, the end of that movie was very much a setup for what these movies would be. We always had the sense of that. Tony is not talking to Steve. The Avengers are basically a name with nobody in it. The world is vulnerable. Tony senses this greater threat approaching, and so he is doing everything in his power to keep the Earth safe. Thanos shows us why he's the biggest, the best, the baddest villain that we've ever had, and the most frightening villain that the Avengers have ever faced.
The most exciting part is the incredible roster of well-developed characters, and it's going to create a really combustible, exciting, massive-scale adventure. You know that we're onto something within the studio when we hit upon an idea or we see a piece of concept art and all of us in the room go, this is cool. And in Avengers Infinity War, the Avengers will meet the Guardians of the Galaxy. Because of what Marvel is, because of what they have done over the last 10 years, these next 2 Avengers films will be an event like no one has ever seen on film before. അമേരിക്കൻ ഡ്രീംസിന്റെ ഈ ആഴ്ചത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും flowers@gmail.com കൂടി ഞങ്ങളെ അറിയിക്കുക. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.